എൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ ഉറപ്പില്ല കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് നുള്ളിപ്പറക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതാ. രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴുണ്ട് ബാഗ് പാക്ക് ചെയ്യുന്നത്. ഇതാ ഞാനൊന്നും ഉമ്മാൻ്റെ നാട്ടിലേക്ക് പോകാം കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ ആശീനെ കൊണ്ടുപോകണില്ല. അപ്പോൾ ഇതാ രാവിലെ 5:45 എണീച്ചതാ 7:15 കേട്ടോ ട്രെയിന്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ മറക്കാറുണ്ട്. ആ നോട്ടത്തിലുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ ഓടിക്കതച്ച് പോവുകയാണ്. ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റാണ്. 7:30 കേട്ടോ ട്രെയിൻ വന്നത്. അതിൻ്റെ ടിക്കറ്റ് ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ. റിസർവേഷൻ ചെയ്ത് വരാത്തതുകൊണ്ട് കാലത്തുള്ള സ്ഥലം നമ്മളെ ട്രെയിനിലില്ല കേട്ടോ. പണ്ട് തിക്ക് ഉണ്ടാക്കിയ ശീലമുണ്ട്. ഞാൻ ഫസ്റ്റാണ് കയറി കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇതാ ബാത്റൂമിൻ്റെ സൈഡ് നിൽക്കിട്ട് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾക്ക് സീറ്റൊക്കെ റെഡിയായി. അങ്ങനെ താത്ത അപ്പോഴും ഇതാ മോക്ക് മുടിയിട്ടാനൊന്നും മാറിയില്ല കേട്ടോ. മക്കൾ രണ്ടാളും ഇവിടെ നല്ല സെറ്റാണ്. അങ്ങനെ ഒരു 5-6 മണിക്കൂർ നമ്മൾ ഇരുന്ന് നീച്ചൊക്കെ ആയിട്ട് ഇതാ നമ്മൾ മാംഗ്ലൂർ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുക കേട്ടോ. കുറച്ച് നേരം ലേറ്റാണ് ട്രെയിൻ. നമ്മൾ 12 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ ഉമ്മൻ്റെ നാട് അവിടെ കർണാടക കേട്ടോ ഞങ്ങൾ പോണത്. ഉമ്മൻ്റെ നാട് കർണാടകയാണ്. അങ്ങനെ കുട്ടികളും മക്കളെയും ചട്ടിലൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഈ ഒരു വെയിലത്ത് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അത് വെള്ളമില്ലാതെ കണ്ടപ്പോൾ ഞങ്ങളിതാ ഓട്ടോയ്ക്ക് പോയി വിചാരിച്ചിട്ടോ. 1 മണിക്കാണ് കേട്ടോ നമ്മളെ ബസ് എടുക്കുക. ഞങ്ങൾ 12:30 കേട്ടോ ഹോട്ടലിൽ കയറിയപ്പോൾ. പിന്നെ വേഗം തട്ടി വെട്ടിയാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ബസ് കയറിയത്. എല്ലാവരും ബസ്സിലെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഇരുന്നിട്ടോ. ഇവിടെയൊക്കെ ഷാർപ്പ് ടൈം ആട്ടോ. 1 മണി കറക്റ്റിന് തന്നെ ബസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കുൽഫിയൊക്കെ തിന്ന് ഫസ്റ്റ് തന്നെ ഒരു ടോൾ ഗേറ്റ് എത്തിട്ടോ. മോന് നല്ല ക്ഷീണിച്ചുറങ്ങാണ്ടോ. ഞങ്ങൾ പോണ വഴി നല്ല ചുരവും വളവൊക്കെ ഉള്ളതല്ലോ. ഡ്രൈവർ മാമ അതൊക്കെ ഒന്നും തിരിക്കാൻ മറന്നില്ലല്ലോ. അങ്ങനെ ഏകദേശം ഞങ്ങളിതാ സാഗര എന്ന സ്ഥലത്ത് എത്തിട്ടോ. അവിടെ നമുക്ക് 1 മണിക്കൂർ ബസ്സിൽ പോകാണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ കാർഗിലെത്തിയിട്ട് നമ്മളെ നാടെത്തി. എന്തൊരു സമാധാനം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ സമാധാനം. അങ്ങനെ ബസ്സിന് ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പക്ഷേ അങ്ങനെ കടയിലൊക്കെ കയറിയെന്ന് ഉപ്പിട്ടതിൻ്റെ ശേഷം ഞങ്ങൾ കുന്നുമ്മ കയറിയത്. കുന്നുമ്മലാണ് എൻ്റെ മൂത്തമ്മൻ്റെ വീട്. മൂത്തമ്മക്ക് സലാമൊക്കെ പറഞ്ഞതാ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കയറിയ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ എവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റല്ലേ?